6 തരം ശരണാഗതിയാണ്. ഒന്ന്, ഭക്തിക്ക് വിപരീതമായിട്ടുള്ള സങ്കല്പങ്ങൾ ചെയ്യാണ്ടിരിക്കുക, ഭക്തിക്ക് വിപരീതമായിട്ട് ചിന്തിക്കാതിരിക്കുക. അതാണ് ശരണാഗതർ ഒന്നാമത്തെ രീതി. 2, എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പ്രീതിക്ക് ചെയ്യുക. അത് നമുക്ക് അറിയുന്ന രീതി. ഭഗവാൻ എന്നെ രക്ഷിച്ചു കൊള്ളും ഏതവസ്ഥയിലും എന്നുള്ള ഉത്തമ വിശ്വാസം ഉണ്ടാവുക. ഇത് 3ാമത്തെ രീതി. 4ാമത്തത്, ഭഗവാൻ എൻ്റെ സ്വന്തമാണ് ഗുരുവായൂരപ്പൻ എന്ന് ചിന്തിക്കാൻ സാധിക്കുക. 4ാമത്തത്. 5, ഭഗവാന്റെ അടുത്ത് മാത്രം ദീനനായി പെരുമാറുക. പുറത്ത് ഭഗവാനെ വല്ലവരും അധിക്ഷേപിച്ചാൽ സംഹാരം കഴിച്ചേക്കണം, വെച്ചേക്കരുത്. അത് ഭഗവാന്റെ അച്ഛൻ്റെ വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും. കുടിലത കൂടാതിരിക്കുക, കുടിലത ഇല്ലാതിരിക്കുക. ഇത് 6 വിധത്തിലുള്ള ശരണാഗതി കൊണ്ട് ഭഗവത് പ്രാപ്തിക്കുള്ള 3 പ്രകാരമുള്ള പടികളുണ്ടാവും. ആദ്യത്തെ പടി നിൽക്കുമ്പോൾ ഞാൻ ഭഗവാന്റെ ആണെന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും. 2ാമത്തെ പടി കയറിയാൽ ഗുരുവായൂരപ്പൻ എൻ്റെ ആണെന്ന് തോന്നാൻ തുടങ്ങും. വെറുതെ വാക്കുകൊണ്ട് പറയല്ല, അറിയും അനുഭവത്തിൽ. 3ാമത്തെ പടി കയറി നിന്ന് കഴിഞ്ഞാൽ ഞാനും ഭഗവാനും ഒന്നാണെന്ന് തോന്നാൻ തുടങ്ങും. ഹനുമാൻ്റെ അടുത്ത് പണ്ട് ശ്രീരാമസ്വാമി ചോദിച്ചു, ആഞ്ജനേയ, നിനക്ക് ഞാൻ ആരാ? എനിക്കറിയില്ല നീ എന്നെ എന്തിനും ഇത്ര സ്നേഹിക്കണമെന്ന്. ഞാൻ ശരിക്കും നിൻ്റെ ആരാ ചോദിച്ചു. അപ്പോൾ ആ ഭഗവാൻ, ആ ഭക്തോത്തമൻ ഹനുമാൻ, ആ ഭഗവാൻ പറഞ്ഞു അത്രേ, ഞാൻ ശരീരമാണെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ ദാസനാണ്, ഞാൻ ജീവനാണെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ ഭക്തനാണ്, ഞാൻ ആത്മാവാണെന്ന് ചിന്തിക്കുമ്പോൾ രാമ അവിടുന്ന് ഞാൻ ഒന്നാണെന്ന് പറഞ്ഞു. ഇതിൽ കവിഞ്ഞിട്ട് ആർക്കാ വിശിഷ്ടാദ്വൈതവും ദ്വൈതവും അദ്വൈതവും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഇതിനാണ് ഈ കിടന്ന് അടി ഉണ്ടാക്കണത്.